സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ബി.ജെ.പി. നേതാവ് ആർ. ശ്രീലേഖ ആർത്തവം പുറത്തറിയുന്നത് നാണക്കേടെന്ന് FB പോസ്റ്റിൽ പരാമർശം. അവധിക്ക് പകരം വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും നൽകിക്കൂടെയെന്നും ചോദ്യം. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് ചേരുന്നത്. സനിസ, ഒരു വ്യത്യസ്തമായ ഒരു ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പുതിയ സർക്കാരിന്റെ നയം 3 ദിവസം വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകുന്ന ഈ നയത്തിനെതിരെയാണ് ഇപ്പോൾ ശാസ്തമംഗലം വാർഡ് കൗൺസിലറും BJP നേതാവുമായിട്ടുള്ള ആർ. ശ്രീലേഖ FB പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണെന്നാണ് FB പോസ്റ്റിലൂടെ പറയുന്നത്. കൂടുതലും അതിൽ ചിലർക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും, ചിലർക്ക് വളരെ സ്വാഭാവികമായും തോന്നും. ആ സമയം വളരെ കഠിനമായ വേദനയുണ്ടായിരുന്ന താൻ ഒരിക്കൽ പോലും ആ കാരണം പറഞ്ഞ് സ്കൂളിലോ കോളേജിലോ പോകാതിരുന്നിട്ടില്ല. IPS പരിശീലന സമയത്തും തന്റെ പരിശീലനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. തീരെ വയ്യാത്തപ്പോൾ മാത്രമാണ് അവധി എടുത്തിരുന്നത്. എന്നാൽ ഇതൊക്കെയാണ് സ്ത്രീകളുടെ ശക്തി, ഇതാണോ അല്ലാതെ ഇങ്ങനെ ആർത്തവ അവധി എടുക്കുന്നതാണോ മെൻസ്ട്രൽ ഡിഗ്നിറ്റി? ഇത് നാണക്കേടല്ലേ? ഇത്തരത്തിൽ അവധി എടുത്താൽ കുട്ടികൾ ക്ലാസ്സിൽ പോകാതിരിക്കുമ്പോൾ അത് വീട്ടുകാരും വിദ്യാലയത്തിലുള്ളവരും അത് നാട്ടുകാരും ഒക്കെ അറിയില്ലേ? അത് നാണക്കേടല്ലേ എന്നാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. ഈ വ്യക്തി, ഈ ആർ. ശ്രീലേഖ എന്ന് പറയുന്നത് BJP നേതാവ് മാത്രമല്ല, കേരളത്തിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയാണ്, കൂടാതെ മുൻ DGP കൂടിയാണ്. അവരിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആധുനിക സമൂഹത്തിന് ഒരിക്കലും നിനക്കാൻ പറ്റാത്ത ഒരു പോസ്റ്റ് വരുന്നത്, ഒരു അഭിപ്രായം വരുന്നത്. അവർ പകരം പറയുന്നത് സ്കൂളുകളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളൊക്കെ ഏർപ്പാക്കിക്കൂടെ, മരുന്ന് നൽകിക്കൂടെ, വേതന സംഹാരി നൽകിക്കൂടെ എന്നൊക്കെയാണ്. പക്ഷേ നിലവിൽ കേരളത്തിലെ സ്കൂളുകളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഉള്ളത്. അത്തരത്തിൽ വളരെ നിലവിലെ നമ്മുടെ ആധുനിക സമൂഹത്തിന് ഒരിക്കലും ചേരാത്ത ഒരു പ്രതികരണമാണ് ഇവര് BJP നേതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ അത്തരത്തിൽ വേദന സഹിച്ചും അല്ലെങ്കിൽ ഒട്ടും വയ്യാത്ത സാഹചര്യത്തിൽ വേദന സംഹാരി അടക്കം എടുത്ത് വിദ്യാർത്ഥിനികൾ പഠിക്കാൻ സ്കൂളിൽ തുടരണമെന്ന ഒരു നിലപാടാണ് BJP നേതാവും ശാസ്തമംഗലം വാർഡ് കൗൺസിലറും ആയിട്ടുള്ള ആർ. ശ്രീലേഖ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് അവർ FB പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അഞ്ജലി.